ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. സയൻസിലെ ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്ക് തീർക്കാനായിട്ടുണ്ട്. നോക്കിയേ, 42ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? ഹൃദയ സ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം എന്താണ്? നമ്മുടെ ഹൃദയസ്പന്ദനം, ഹേർട്ട് ബീറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷൻ അതുപോലെ തന്നെ ഇൻസ്പിറേഷനെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന നമ്മുടെ മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രല്ലമാണോ അതോ സെറിബ്രമാണോ, മിഡുല ഒബ്ലാങ്കട്ടയാണോ അതോ തലാമസ് ആണോ? ഏതാണ്? ഓപ്ഷൻ സി കേട്ടോ, നമ്മുടെ മിഡുല ഒബ്ലാങ്കട്ട. നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ, നമ്മുടെ മിഡുല ഒബ്ലാങ്കട്ടയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ എന്താണ് ഈ പറഞ്ഞ ചലനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഹേർട്ട് ബീറ്റിനെ അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തെയൊക്കെ എന്നിങ്ങനെ അനിശ്ചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ എന്താണ്? നമ്മുടെ മിഡുല ഒബ്ലാങ്കട്ട. എവിടെയാണെന്നറിയാമോ ഇരിക്കുന്നത്? നമ്മുടെ തലയ്ക്ക് പുറകിൽ കേട്ടോ. നമ്മുടെ തലയിൽ നമ്മുടെ പുറകില്ലേ, നമ്മളെ തല വെച്ച് നോക്കിയാൽ കഴുത്തിന് തൊട്ട് മുകളിലായിട്ടിരിക്കുന്ന ഭാഗത്താണ് ഈ മിഡുല ഒബ്ലാങ്കട്ട ഉള്ളത് കേട്ടോ. തലയടിച്ചൊക്കെ വീഴുന്നത് ഇതിന് ഭയങ്കര ക്ഷയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിരിക്കും, നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും കുട്ടികൾ പരസ്പരം അടിക്കുകയൊക്കെ ചെയ്യത്തില്ല. അതൊരു മർമ്മസ്ഥാനം കൂടി കേട്ടോ, ഈ പറഞ്ഞ മിഡുല ഒബ്ലാങ്കട്ട കേട്ടോ. അവിടെയൊന്നും അടി ഏൽപ്പിക്കാതെ നമ്മൾ നോക്കണം കേട്ടോ. സോ ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി അതിൻ്റെ ബാക്കിയുള്ള ആൻസേഴ്സ് നോക്കി, ഏതാണ്? യെസ്, മിഡുല ഒബ്ലാങ്കട്ടയാണ് ആൻസർ വേണ്ടത്. ഇനി മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? നമ്മുടെ സെറിബ്രല്ലമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അറിയപ്പെടുന്നത് സെറിബ്രമാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയ അനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേകം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. ഓർത്തിരിക്കണം, എന്തൊക്കെയാണ്? ഇന്ദ്രിയ അനുഭവങ്ങൾ, നമ്മൾ തൊട്ടത്, പിടിച്ചത്, കണ്ടത്, കേട്ടത്, അറിഞ്ഞത് എന്നുപോലുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ ചിന്തയുണ്ട്, ബുദ്ധിയുണ്ട്, നമ്മുടെ ഭാവനകളുണ്ട്, ഓർമ്മയുണ്ട്, ബോധമുണ്ട്, വിവേകമുണ്ട്. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം നമ്മുടെ സെറിബ്രമാണ്. ഇനിയും മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സെറിബ്രമാണ്. കാരണം എന്താണ്? മറ്റുള്ള ജീവികൾക്ക് സെറിബ്രമില്ല, അതുകൊണ്ടാണ് അവർ ചിന്തിച്ച് പ്രവർത്തിക്കാത്തത്. മറ്റുള്ളവർക്ക് സെറിബ്രമില്ല, അതുകൊണ്ട് തന്നെ വിവേകത്തോടെ പ്രവർത്തിക്കത്തില്ല. മറ്റുള്ള ജീവികൾക്ക് സെറിബ്രമില്ല, അതുകൊണ്ട് തന്നെ ഭാവനാശേഷിയില്ല, ബുദ്ധിയില്ല. ഓർത്തിരിക്കണം, സെറിബ്രം ഇല്ലാത്തതാണ് ബാക്കിയുള്ള ജീവികളുടെയൊക്കെ കുഴപ്പം. സെറിബ്രം ഉണ്ടായിരുന്നെങ്കിൽ പശുവും കാളയും പോത്തും ആടും നമ്മുടെ ഉറുമ്പ് വരെ മനുഷ്യനെ പോലെ ചിന്തിച്ച് പെരുമാറിയേനെ. നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്നൊക്കെ അത് മാറി നടന്നേനെ, നമ്മൾ ചവിട്ടിക്കൊള്ളായിരിക്കും. ഓർത്തിരിക്കണം, മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള സെറിബ്രത്തിൻ്റെ അഭാവമാണെന്ന് ഓർത്തിരിക്കണം. കാരണം ഈ സെറിബ്രമാണ് നമ്മുടെ ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ, ബോധം, വിവേകം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം. മിഡുല ഒബ്ലാങ്കട്ടയാണെങ്കിൽ എന്താണ്? നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള ഭാഗം. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഹൃദയസ്പന്ദനം അല്ലേ, നമ്മുടെ ഹേർട്ട് ബീറ്റ് ഒക്കെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ മിഡുല ഒബ്ലാങ്കട്ട. പകരം സെറിബ്രം എന്താണ്? നമ്മുടെ ചിന്താ, ബുദ്ധി, ഭാവന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. ഇനിയും സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ഈ ബ്രോക്കസ് എന്ന വാക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരും കേട്ടിട്ടുണ്ടോ? വെർണിക്ക, ബ്രോക്ക എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ സൈക്കോളജി നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ MY, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, നമ്മൾ ഹൊവാർഡ് ഗാർഡനെ പഠിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ പഠിക്കുന്ന ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വികാസം അല്ലെങ്കിൽ ഭാഷാപരമായ ബുദ്ധി അല്ലേ, അതിൻ്റെ സൈഡിൽ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ബ്രോക്കസ് ഏരിയ, അതുപോലെ തന്നെ വെർണിക്ക. ഫോർത്ത് അതിൻ്റെ അകത്ത് ഈ കാര്യം തന്നെ പറയുന്നുണ്ട്, സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്രായത്തിൽ സംസാരിക്കാതിരുന്നാൽ അവരുടെ ബ്രോക്കസ് ഏരിയ ചെക്ക് ചെയ്യാൻ ഡോക്ടർമാർ പറയും. വേറൊന്നുമല്ല, ഈ പറഞ്ഞ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാനായിട്ടാണ് നമ്മൾ ബ്രോക്കസ് ഏരിയ ചെക്ക് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, സയൻസിൽ നിന്നാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യം വരാം. അടുത്തത് ഉണ്ടോ, വെർണിക്കയാണ് വരുന്നത്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് വെർണിക്കസ് ഏരിയ അല്ലെങ്കിൽ വെർണിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന ചതുരം, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്നില്ല ഒരു രൂപം. അതുപോലെ തന്നെ വൃത്തം അല്ലെങ്കിൽ വട്ടം അല്ലെങ്കിൽ സമചതുരം അല്ലെങ്കിൽ ഒരു കിണർ അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു പേന, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഒരു മൊബൈൽ ഫോൺ അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം ചെരിയും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിയും. അങ്ങനെ തെളിയുന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സെറിബ്രത്തിലുള്ള ഭാഗമായ
വെർണിക്കയാണ് എന്നെ സഹായിക്കുന്നത്. ഓർത്തിരിക്കണം, വെർണിക്കയാണെങ്കിൽ ഈ മനോചിത്ര രൂപീകരണത്തിനും, ബ്രോക്കസ് ആണെങ്കിൽ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെറിബ്രത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ബ്രോക്കസും അതുപോലെ തന്നെ വെർണിക്കയും കേട്ടോ. ഇനിയും ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കട്ടയാണ്. എന്താണ് ഈ ഐച്ഛിക പ്രവർത്തനവും അനൈച്ഛിക പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്താൽ മതി. അനൈച്ഛിക പ്രവർത്തനം നമ്മൾ മെഡുല ഒബ്ലാങ്കട്ട ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് തൊട്ടറിയാൻ പറ്റും. അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തൊട്ടറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കട്ടയാണ്. പിന്നെ അനൈച്ഛിക പ്രവർത്തനം വെച്ചാൽ നമ്മൾ ബുദ്ധി തൊട്ടറിയാൻ പറ്റുമോ, കണ്ടറിയാൻ പറ്റുമോ? ചിന്ത, വിവേകം, ഇതൊക്കെ നമുക്ക് തൊട്ടോ കണ്ടോ അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. നമ്മുടെ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കട്ട കേട്ടോ, ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ്? സെറിബ്രല്ലം കേട്ടോ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബ്രല്ലമാണ് കേട്ടോ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാം ഭാഗം സെറിബ്രല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രല്ലമാണ് കേട്ടോ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബ്രല്ലം തന്നെയാണ്. ഇനിയും ശരീര തുലന ചോദിച്ചിട്ട് ചോദ്യമാണ്, ബാലൻസിങ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരം നേരെ നിൽക്കുന്നതിന് കാരണം അല്ലെങ്കിൽ നേരെ നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് സെറിബ്രലമാണ് കേട്ടോ. ബാലൻസിങ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ സെറിബ്രലമാണ്. ഇനി മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം, നമ്മൾ മദ്യമൊക്കെ ഇല്ലേ, പുകവലി മദ്യപാനം ഇല്ല, ആ മധ്യഭാഗം എന്താണ്? നമ്മുടെ കള്ളൊക്കെ കുടിച്ചാൽ എന്താണ് നമ്മളെ ബാധിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബ്രലമാണ്. അതുകൊണ്ടാണ് കള്ള് കുടിച്ചാൽ ബോധമില്ലാതെ നമ്മൾ എന്താണ് 4 കാലം നടക്കാന്ന് പറയത്തില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉണ്ടോ, തുലന നിയന്ത്രിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് പോവും. അങ്ങനെ വേണേൽ കണക്ട് ചെയ്ത് പഠിക്കാം. മദ്യം കുടിച്ചാൽ എന്നാ സംഭവിക്കും? നമ്മുടെ ബോഡിയുടെ ബാലൻസ് പോവും. അതുകൊണ്ടാണ് നമ്മൾ 4 കാലം നടക്കുന്നത്. അപ്പോൾ ഇത് ബാധിക്കുന്ന എവിടെയാണ്? സെറിബ്രലത്തിനാണ് കേട്ടോ. അപ്പോൾ സെറിബ്രലം നമ്മുടെ ശരീരത്തിൻ്റെ തുലനയെ നിയന്ത്രിക്കും. അതുപോലെ തന്നെ നമ്മുടെ മദ്യം കുടിച്ചാൽ ലഹരി ചെന്നാൽ നമ്മുടെ എന്താണ് മസ്തിഷ്ക ഭാഗത്തെ ബാധിക്കുകയും ചെയ്യും. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രലമാണ്. നമ്മൾ മുമ്പേ പഠിച്ച കാര്യം തന്നെയാണ് വരേണ്ടത്. നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ, നമ്മുടെ എന്താണ് നമ്മുടെ ന്യൂറോ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനതയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രലം തന്നെയാണ് കേട്ടോ. നമ്മുടെ ബാലൻസിങ് ഓഫ് ദി ബോഡി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെറിബ്രലം തന്നെയാണ്. ഇനിയും വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. നമ്മുടെ വേദന സഹിക്കാനുള്ള കഴിവില്ലേ, അതിനെ നമ്മൾ വേദന സംഹാരികൾ എന്ന് പറയും. അത് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് നമ്മുടെ തലാമസ് ആണ്. ഇനിയും നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ആണ്. ഇനി ശരീരത്തിലെ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. റിലേ എന്ന് വെച്ചാൽ നമുക്കറിയല്ലോ, നമ്മുടെ ഇതിലൊക്കെ റിലേ വെക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ റിലേ വെക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാതിരിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ. നിദ്രാവേളയിൽ ശരീരത്തിലേക്കുള്ള ആവയവങ്ങളെ തടയും, നമ്മുടെ ആവയവങ്ങളെ തടയും. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ റിലാസ് സെൻറ്റർ അല്ലെങ്കിൽ റിലേ സെൻറ്റർ എന്നും അറിയപ്പെടുന്നു കേട്ടോ, നമ്മുടെ തലാമസ്. ഇനി വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ്. നമുക്കുണ്ടാകുന്ന വിശപ്പ്, ദാഹം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. ഇനി ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗവും എന്താണ്? നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഇനിയും ശരീരോഷ്മാവ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കേട്ടോ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഊഷ്മാവ് അത് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും നമ്മുടെ ഹൈപ്പോ തലാമസിനാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അല്ലേ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്താണ് നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഊഷ്മാക്കളെല്ലാം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഹൈപ്പോ തലാമസ് തന്നെയാണ്. ഇനി ഇത് നോക്കിയിട്ട് വേണം പോകാൻ. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി നമ്മുടെ സ്പേം വെയിലാണ് കേട്ടോ. സ്പേം വെയിലാണ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി. അതുപോലെ തന്നെ കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി നമ്മുടെ ആന കേട്ടോ. വലിപ്പം കണ്ടാലേ അറിയാലോ, ഓർത്തിരിക്കണം. കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ്. അത് വെള്ളത്തിലാണ് കേട്ടോ, വെയിലാണ്, വെള്ളത്തിലാണുള്ളത്. ഇനിയും സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബ്രത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ടയാണ്. സെറിബ്രത്തിന് ചുവടെ സെറിബ്രത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കട്ടയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കട്ട തന്നെയാണ് കേട്ടോ. ഓർത്തിരിക്കണം, മെഡുല ഒബ്ലാങ്കട്ടയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എന്താണ് ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, അതുപോലെ തന്നെ ഛർദി, ചുമ, തുമ്മൽ,
അതുപോലെ തന്നെയുള്ള കാര്യത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. സോ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. സെറിബ്രം എന്താണെന്നും എന്താണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്താണെന്നും തലാമസ് എന്താണെന്നും മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണെന്നും ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദ്യം വരാം. പിന്നെ അതുപോലെ തന്നെ ബ്രോക്കസ് വെർണിക്ക ഏരിയ. ബ്രോക്കസ് എന്ന് വെച്ചാൽ സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ടത്. വെർണിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് എങ്കിൽ അതാണ് നമ്മുടെ വെർണിക്ക ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? നമ്മൾ പഠിച്ചതല്ലേ. കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ. രണ്ടാമത്തേത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവമായിട്ടുള്ള സസ്യകല. 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം, അതായത് സെൽസിൻ്റെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങളാണ് അവയ്ക്കുള്ളത്. രണ്ടാമത്തെ എന്താണ്? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. മൂന്നാമത്തേത് സജീവമായിട്ടുള്ള സസ്യകല. പാരൻകൈമയാണോ, കോളൻകൈമയാണോ, ക്ലോറൻകൈമയാണോ, സ്ക്ലീറൻകൈമയാണോ? ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി കേട്ടോ, ഓർത്തിരിക്കണം. കോളൻകൈമയാണ് നമ്മുടെ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങളായിട്ടും സസ്യഭാഗങ്ങൾക്ക് വഴക്കവും അതുപോലെ തന്നെ താങ്ങും നൽകുന്നവയും സജീവമായിട്ടുള്ള സസ്യകലയും കോളൻകൈമയാണ് അറിയപ്പെടുന്നത് കേട്ടോ, ഓർത്തിരിക്കണം, മറന്നുപോകല്ലോ. ഇനിയും സസ്യങ്ങളിൽ വളർച്ച കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങൾ എവിടേക്കാണ്? കാണ്ഡത്തിലും വേരിൻ്റെ അഗ്രഭാഗത്തിലും. നമുക്കറിയാലോ സസ്യങ്ങളെല്ലാം മുളച്ചു വരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റെമ്മിൻ്റെ, അതായത് നമ്മുടെ കാണ്ഡത്തിൻ്റെ തുമ്പത്തും വേരിൻ്റെ അറ്റത്തുമാണ് വളർച്ച കേന്ദ്രീകരിക്കുന്നത്. ഇനിയും സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും സ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങൾക്ക് പറയുന്ന പേരാണ് മെരിസ്മെരിക കോശങ്ങൾ, അല്ലെങ്കിൽ മെരിസ്മെരിക സെൽസ് എന്ന് പറയും. എന്താണ് സസ്യങ്ങളുടെയും കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളാണ് നമ്മുടെ മെരിസ്മെരിക കോശങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും ത്വരഗതിയിലുള്ള സസ്യ വളർച്ചയ്ക്ക് കാരണമായ കോശങ്ങളാണ് മെരിസ്മെരിക കോശങ്ങൾ. കാരണം ഈ മെരിസ്മെരിക കോശങ്ങളുള്ളത് നമ്മുടെ സസ്യത്തിൻ്റെ വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അറ്റത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ പൊടുന്നനെയുള്ള വളർച്ചയാണ് ഈ സസ്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ത്വരഗതിയിലുള്ള സസ്യ വളർച്ചയ്ക്ക് കാരണമായ കോശങ്ങളും ഈ മെരിസ്മെരിക കോശങ്ങളാണ്. അതുപോലെ തന്നെ സസ്യകലകൾ രൂപപ്പെടുത്തുന്നതും നമ്മുടെ മെരിസ്മെരിക കോശങ്ങളിൽ നിന്നാണ്. സസ്യകലകൾക്ക് ഉദാഹരണങ്ങളാണ് പ്ലാരൻകൈമ, ക്ലോറൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. ഓർത്തിരിക്കണം, സസ്യകലകൾക്ക് ഉദാഹരണമാണ് പാരൻകൈമ, കോലൻകൈമ, അതുപോലെ തന്നെ സൈലം, ഫ്ലോയം, സ്ക്ലീറൻകൈമ എല്ലാം. ഇനിയും സംവഹന കലകൾക്ക് ഉദാഹരണമാണ് സൈലവും ഫ്ലോയവും. സംവഹന കല എന്ന് വെച്ചാൽ വഹിച്ചു കൊണ്ടുപോവുക, വെള്ളവും അതുപോലെ തന്നെ ധാതു ലവണങ്ങളൊക്കെ സസ്യങ്ങളുടെ അങ്ങും ഇങ്ങോട്ട് എത്തിക്കുക. അങ്ങനെയുള്ള കലകൾക്ക് പറയുന്ന പേരാണ് സംവഹന കലകൾ. അവർ കൊണ്ടുവന്നത് വെള്ളമാകാം, അല്ലെങ്കിൽ മിനറൽസ് ആകാം, അല്ലെങ്കിൽ പ്രോട്ടീൻ ആകാം, അല്ലെങ്കിൽ ധാതു ലവണങ്ങളാകാം. ഇതൊക്കെയാണ് നമ്മൾ സസ്യങ്ങളുടെ പല ഭാഗത്തും എത്തിക്കുക. അങ്ങനെ എത്തിക്കുന്ന 2 കലകളാണ് സൈലവും ഫ്ലോയവും. ഇനിയും സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ സംവഹന കലകളാണ്. സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ സംവഹന കലകളാണ്. സസ്യകലയെ പാരൻകൈമയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കണം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ ഉണ്ടാക്കിയിരിക്കുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നതാണ് പാരൻകൈമ. 3 കാര്യങ്ങളുണ്ട്, ഓർത്തിരിക്കണം. പാരൻകൈമയാണെങ്കിൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെട്ട് പ്രകാശ സംശ്ലേഷണത്തിനും അതുപോലെ തന്നെ ആഹാര സംഭരണത്തിനും സഹായിക്കുന്നതാണ് പാരൻകൈമ. ഇനിയും ന്യൂക്ലിയസോട് കൂടിയ ഉരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ് പാരൻകൈമ കോശങ്ങൾ കേട്ടോ. പാരൻകൈമ കോശങ്ങളാണ് ന്യൂക്ലിയസോട് കൂടിയ ഉരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളാണ് പാരൻകൈമ കോശങ്ങൾ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളും പാരൻകൈമ കൊണ്ടാണ്. ഓർത്തിരിക്കണം, സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ, അതായത് നമ്മുടെ തുമ്പത്തൊക്കെ നമുക്കറിയാമല്ലോ, തൊട്ട ഉടനെ നമ്മൾ ഞുള്ളിയ ഉടനെ പറഞ്ഞു പോകും അല്ലേ, അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാരൻകൈമ കൊണ്ടാണ്. ഇനിയും ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങൾ ക്ലോറൻകൈമ കേട്ടോ. ക്ലോറൻകൈമയാണ് ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനി സസ്യഭാഗങ്ങൾക്ക് വഴക്കവും അതുപോലെ തന്നെ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയ കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് ക്ലോറൻകൈമ. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ, നമ്മുടെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അതുപോലെ തന്നെ കോശഭിത്തിയിൽ അതിൻ്റെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ ക്ലോറൻകൈമ. ഇനി കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണെങ്കിൽ അത് സ്ക്ലീറൻകൈമയാണ്. ഇത് മൂലകളിൽ മാത്രമാണെങ്കിൽ കോളൻ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ മൂല, അവിടെ മാത്രം കാണപ്പെടുന്നതാണ് കോളൻകൈമ.
ഇനി എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്നതാണെങ്കിൽ സ്ക്ലീറൻ ഗെയിമാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയത് കാണപ്പെടുവാണെങ്കിൽ സ്ക്ലീറൻ ഗെയിമാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ ഗെയിമാണ്. ഓർത്തിരിക്കണം, താങ്ങും ബലവുമാണെങ്കിൽ സ്ക്ലീറൻ ഗെയിമാണ്. വഴക്കവും അതുപോലെ തന്നെ ബലവും വഴക്കവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോളം ഗെയിം ആണെങ്കിൽ വഴക്കവും താങ്ങും നൽകുന്നത് കോളം ഗെയിമാണ്. അതുപോലെ തന്നെ ബലവും അതുപോലെ തന്നെ ഇതും നൽകുന്നത് താങ്ങും നൽകുന്നത് സ്ക്ലീറൻ ഗെയിമാണ്. രണ്ട് മാറിപ്പോലെ താങ്ങും ബലവും ആണെങ്കിൽ സ്ക്ലീറൻ ഗെയിമാണ്. അതുപോലെ തന്നെ വഴക്കം നൽകുന്നതാണെങ്കിൽ കോളം ഗെയിമാണ്. ഇനിയും ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ട് സ്ക്ലീറൻ ഗെയിമ കട്ടി കൂടിയതായി കാണപ്പെടുന്നു. സ്ക്ലീറൻ ഗെയിമ എന്തുകൊണ്ടാണ് കട്ടി കൂടിയതെന്ന് വെച്ചാൽ ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ടാണ് നമ്മുടെ സ്ക്ലീറൻ ഗെയിമ കട്ടി കൂടിയതായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സസ്യഭാഗങ്ങൾക്ക് ബലം നൽകുന്നത്, കട്ടി കൂടിയത് തന്നെ. ഇനി തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ ഗെയിമയാണ്. ഓർത്തിരിക്കണം, തേങ്ങയുടെ ചിരട്ടയില്ല നമ്മൾ തല്ലിപ്പൊട്ടിക്കുന്ന തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ ഗെയിം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് കട്ടി കൂടി കേട്ടോ, കട്ടി കൂടിയായിട്ടിരിക്കുന്നതാണ്. നമ്മൾ തേങ്ങയുടെ ചിരട്ട തല്ലിപ്പൊട്ടിക്കാൻ നമ്മൾ വെട്ടുവാളിനൊക്കെ അടിക്കണമല്ലോ, വാക്കത്തിൻ്റെ അടിക്കണം അല്ലേ. അപ്പോൾ അതിന് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ ഗെയിമയാണ്. ഇനി വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ചോദിച്ച ചോദ്യമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുന്ന സംവഹന കലകളാണ് സൈലം. നമ്മുടെ വേരിലൂടെ വരുന്ന ജലം കാണും, അതുപോലെ തന്നെ മിനറൽസ് കാണും അല്ലേ, ലവണങ്ങൾ കാണും. ഇതെല്ലാം നമ്മുടെ സസ്യങ്ങളുടെ ഇലകളിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സംവഹന കലകളാണ് സൈലം എന്ന് പറയുന്നത്. സൈലത്തിനുള്ളിലെ ഒരേ ഒരു സജീവ കോശം സൈലം പാരഗ്രിയമായിട്ട്. സൈലത്തിനുള്ളിലെ ഒരേ ഒരു സജീവമായിട്ടുള്ള കോശം അറിയപ്പെടുന്നത് സൈലം പാരഗ്രിയമാണ്. ഇനിയും ഭക്ഷണപദാർത്ഥങ്ങളുടെ ശേഖരണവും സംവഹനവുമാണ് സൈലം പാരഗ്രിയമയുടെ ധർമ്മം. എന്താണ്? ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുക, അതുപോലെ തന്നെ അതിനെ സംഭവിച്ച് പല പാർട്ടിലേക്ക് കൊണ്ടുപോകുക, സസ്യത്തിൻ്റെ പല ഭാഗത്തിലേക്ക് കൊണ്ടുപോകുക. അതാണ് പാരഗ്രിയമയുടെ ധർമ്മം. ഇനിയും ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സംവഹന കലയാണ് ഫ്ലോയം. ഇപ്പോൾ ഓർത്തിരിക്കണം, സൈലമാണെങ്കിൽ എന്താ ചെയ്യുന്നത്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും സസ്യത്തിൻ്റെ പല ഭാഗത്തിലേക്ക് എത്തുന്നതാണ് സൈലം. ഇനിയും നമ്മുടെ ഫോട്ടോസിന്തസിസ് വഴി സസ്യങ്ങൾ സ്വയമേ ആഹാരം നിർമ്മിക്കും. ഈ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സംവഹന കലയ്ക്ക് പറയുന്ന പേരാണ് ഫ്ലോയം. അപ്പോൾ സൈലവും ഫ്ലോയും എന്താണ്? സംവഹന കലകളാണ്. സൈലമാണ് നമ്മുടെ ജലവും ലവണങ്ങളുമൊക്കെ സസ്യത്തിൻ്റെ പല ഭാഗത്ത് വയ്ക്കുന്നത്. ഫ്ലോയമാണെങ്കിൽ ആഹാരം അല്ലേ, നമ്മുടെ സ്വപോഷികളായിട്ടുള്ള സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം എന്താണ്? സസ്യത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് സസ്യത്തിൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സംവഹന കലകളാണ് സൈലവും ഫ്ലോയും. ഓർത്തിരിക്കണം, മറന്നുപോലെ കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ്? നമുക്കറിയാലോ, നമ്മുടെ കോവിഡ് വന്നു കഴിഞ്ഞ ശേഷം വന്ന ഒരു വകഭേദമായിരുന്നു ഒമിക്രോൺ അല്ലേ. ആ ഒമിക്രോണിൻ്റെ വകഭേദം ഏതാണ് വെച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഇതാണ്: B117, B1351, C B11529, D B1617. ഒമിക്രോണിൻ്റെ വകഭേദമായിട്ട് അറിയപ്പെടുന്നത് B11529 കേട്ടോ. അതായത് പത്രമൊക്കെ വായിക്കുന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വാർത്തകൾ കിട്ടത്തുള്ളൂ. ഓർത്തിരിക്കണം, നമ്മുടെ ഒമിക്രോണിൻ്റെ വകഭേദം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, B11529 കേട്ടോ. അതായത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലാണ്. അതിൻ്റെ കുറച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒമിക്രോണായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഓപ്ഷൻ വരേണ്ടത് B11529 ആണ്. ഒമിക്രോൺ വകഭേദം നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്നൊരു വൈറസ് പോലൊരു രോഗമായിരുന്നു ഒമിക്രോൺ. അതിൻ്റെ വകഭേദം നമ്മുടെ ഇവിടെ വന്നത് B11529 ആണ്. ഇനി ഒമിക്രോൺ വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഒമിക്രോൺ ആദ്യമായി സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നവംബർ 24, 2021. ഈ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 21, 22, 23 22 കാലയളവിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ നമ്മളോടിപ്പം ചോദിക്കത്തുള്ളൂ കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എന്നാലും ജസ്റ്റ് നോക്കുന്നതല്ലാണ്. ഇനി ഒമിക്രോൺ വകഭേദം കൊറോണയുടെ 5ാമത്തെ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കഴിഞ്ഞ് അതിൻ്റെ 5ാമത്തെ വകഭേദമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. 21 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് നമ്മുടെ എറണാകുളത്താണ്. ഇനി US കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA2 കേട്ടോ. US കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA2 ആണ്. ഒമിക്രോൺ BA2 വകഭേദത്തേക്കാൾ 10% വ്യാപനശേഷിയുള്ള XC വകഭേദം കണ്ടെത്തിയത് ബ്രിട്ടനിലാണ്. കണ്ടോ, ഇതിനേക്കാളും ഒമിക്രോൺ BA2 നമ്മുടെ US കണ്ടെത്തിയ BA2-നേക്കാളും 10% വ്യാപനശേഷിയുള്ള XC വകഭേദം കണ്ടെത്തിയത് ബ്രിട്ടനിലാണ്. കൊറോണയുടെ ഹു പ്രഖ്യാപിച്ച 4ാമത്തെ വകഭേദം ഡെൽറ്റ. 5ാമത്തെ വകഭേദമാണ് ഒമിക്രോൺ, 4ാമത്തെ വകഭേദം ഡെൽറ്റ കേട്ടോ. ഓർത്തിരിക്കണം, കൊറോണയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ച 4ാമത്തെ വകഭേദമാണ് ഡെൽറ്റ.
21 മെയ്യിൽ കോവിഡ് രോഗികളെ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ് കേട്ടോ. 2021 മെയ്യിൽ കോവിഡ് രോഗികൾ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയായിരുന്നു ബ്ലാക്ക് ഫംഗസ്. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങളാണ് മെർസ്, സാർസ് കേട്ടോ. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് 2 രോഗങ്ങളാണ് മെർസും അതുപോലെ തന്നെ സാർസ്. ഇനിയും ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാർ കേട്ടോ. ആദ്യമായിട്ട് കോവിഡ് വന്ന ആൾ വൈറലായി, അദ്ദേഹത്തിൻ്റെ പേരാണ് മനീഷ് കുമാർ കേട്ടോ. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഏതാണ്? നമ്മുടെ മനീഷ് കുമാറാണ് കേട്ടോ. ഓർത്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ. ഇനിയും ഇന്ത്യ വികസിപ്പിച്ച കോവിഡിനെതിരെയുള്ള വാക്സിൻ്റെ പേരെന്തായിരുന്നു? അവരൊട്ടും ചോദിച്ചതാണ്, അപ്ഡേറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ പേര് ഓർമ്മയില്ലേ? നമ്മളെല്ലാം പോയി എടുത്തതല്ലേ? ഓർമ്മയില്ല? ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ പേര് എന്നതാ? കേട്ടില്ല, എന്നതായിരുന്നു? എന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇന്ത്യ വികസിപ്പിച്ച COVID-19 വാക്സിൻ്റെ പേര്. നമ്മൾ ഏതൊക്കെ വാക്സിനാണ് എടുത്തത് അതറിയാവോ? നമ്മൾ എടുത്ത വാക്സിൻ്റെ പേര് എന്നൊക്കെയാണ്? കോവിഷീൽഡും ഓക്കെ, കോവാക്സിനും കോവിഷീൽഡും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യ വികസിപ്പിച്ചതാണ്. ഇന്ത്യ വികസിപ്പിച്ച കോവിഷീൽഡ് കേട്ടോ. ഓർത്തിരിക്കണം, കോവിഷീൽഡാണ് ഇന്ത്യ വികസിപ്പിച്ച ഇത് കേട്ടോ, നമ്മുടെ കോവിഡിനെതിരെയുള്ള വാക്സിൻ കേട്ടോ. ഇതിൽ കുറേ പേർക്കൊക്കെ എന്താണ് പെട്ടെന്ന് ക്യൂറായി. പിന്നെ രണ്ടാമത്തെ വകുപ്പ് നമുക്ക് ഉണ്ടായില്ല കേട്ടോ. ഓർത്തിരിക്കണം അതൊക്കെ. അടുത്തതാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചതാർ? ആരാ? എല്ലാവർക്കും അറിയാവുന്നല്ലേ സൈലന്റ് സ്പ്രിംഗ് ആരുടെയാണ്? റേച്ചൽ കാസ്റ്റ് കേട്ടോ. റേച്ചൽ കാസ്റ്റാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ കൃതി രചിച്ചത് കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നിശബ്ദ വസന്തം എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ കാര്യം എഴുതിയില്ലേ. അതായത് നമ്മുടെ നിശബ്ദ വസന്തം ഇവിടെ ഉണ്ട് കേട്ടോ. റേച്ചൽ കാസ്റ്റിനാണ് എന്താണ് നിശബ്ദ വസന്തം എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1962. റേച്ചൽ കാസ്റ്റിൻ്റെ രാജ്യം അമേരിക്കയാണ്. നിശബ്ദ വസന്തത്തിൽ പരാമർശിക്കുന്ന DDT പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കൂട്ടിക്കലർത്തി കൃഷിയിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ച മിശ്രിതം അറിയപ്പെടുന്നത് ഇൻസെക്ട്സ് ബോംബ് കേട്ടോ. നമ്മളിതൊന്ന് ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മുടെ DDT അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായി നമ്മൾ ഉപയോഗിച്ച് മിശ്രിതത്തിന് പറഞ്ഞ പേരായിരുന്നു ഇൻസെക്ട്സ് ബോംബ് കേട്ടോ. ഇൻസെക്ട്സിനെ കൊള്ളാനുള്ള ബോംബായിട്ടാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇനി അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം 1972. ഇനിയും അത് നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് നമ്മുടെ സൈലന്റ് സ്പ്രിംഗ്. അമേരിക്കയിൽ DDT ഉപയോഗം മൂലം അതാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ജനങ്ങളും കൊച്ചുങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം എന്താണ് അതിൽ ഭാഗവാരാകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ നിരോധിച്ച നമ്മുടെ DDT നിരോധിക്കുകയുണ്ടായി. നിരോധിച്ച വർഷം ഏതാണ്? 1972. ഇനി അമേരിക്ക DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം നമ്മുടെ ഈ പറഞ്ഞ സൈലന്റ് സ്പ്രിംഗ് ആണ്. ഇനിയും എൻഡോസൾഫാൻ കീടനാശിനി പ്രധാനമായും ഉപയോഗിക്കുന്നത് കശുമാവിൻ തോട്ടങ്ങളാണ്. എൻഡോസൾഫാൻ എന്താണ് കീടനാശിനി പ്രധാനമായും ഉപയോഗിക്കുന്നത് കശുമാവിൻ തോട്ടങ്ങളാണ്. എൻഡോസൾഫാൻ ബാധിച്ച കേരളത്തിൽ പ്രദേശത്തിലെ ജില്ലകളാണ് കാസർഗോഡ് ജില്ലയിലെ പെട്രാസ്വർഗ എന്നിവ കേട്ടോ. ഓർത്തിരിക്കണം, എൻഡോസൾഫാൻ ബാധിച്ച കേരളത്തിലെ പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ പെട്രാസ്വർഗ എന്നിവ. ഇനി എൻഡോസൾഫാൻ്റെ രാസസൂത്രം നോക്കിയിട്ട് വേണം പോകാൻ. C9H6 Cl6O3S കേട്ടോ. എൻഡോസൾഫാൻ്റെ രാസവാക്യമാണ്, അല്ലെങ്കിൽ രാസ കെമിക്കൽ നെയിമാണ് C9H12 Cl6O3S കേട്ടോ. C9H6 Cl6O3S ആണ് എൻഡോസൾഫാൻ്റെ രാസസൂത്രം. ഇനി കേരളത്തിൽ എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ലീലാകുമാരി അമ്മ. ഓർത്തിരിക്കണം, കേരളത്തിൽ എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ലീലാകുമാരി അമ്മ. ജീവദായിനി എന്ന പുസ്തകം രചിച്ചത് ലീലാകുമാരി അമ്മയാണ് കേട്ടോ. ജീവദായിനി എന്ന പുസ്തകം രചിച്ചത് ലീലാകുമാരി അമ്മയാണ്. എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി എൻ മകജ് എന്ന നോവൽ രചിച്ചത് അംബിക സുധൻ മങ്ങാട് കേട്ടോ. ഇത് മിക്കപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ PSCയുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുള്ളവരാണ്. നമ്മുടെ എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി എൻ മകജ് എന്ന നോവൽ രചിച്ചത് അംബിക സുധൻ മങ്ങാട് കേട്ടോ. ഇത് കഴിഞ്ഞ അപ്ഡേറ്റ് ആയിട്ട് വന്ന PSC പരീക്ഷകൾ മിക്കതിനകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി എൻ മകജ് എന്ന നോവൽ രചിച്ചത് അംബിക സുധൻ മങ്ങാടാണ്. അടുത്തത് എൻഡോസൾഫാൻ കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് കേട്ടോ. ഓർത്തിരിക്കണം, എൻഡോസൾഫാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ അത് കണ്ടെത്തിക്കൊണ്ട് നശിപ്പിച്ച് കളയാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്
ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് കേട്ടോ. ഇനി എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് കേരള സർക്കാർ നൽകുന്ന സഹായ പദ്ധതിയാണ് നമ്മുടെ സ്നേഹസ്വാന്തനം കേട്ടോ. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് കേരള സർക്കാർ നൽകുന്ന സഹായ പദ്ധതിയാണ് എന്ത്, നമ്മുടെ സ്നേഹസ്വാന്തനം. ഇനി എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം ഫിലിപ്പീൻസ് കേട്ടോ. എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം ഫിലിപ്പീൻസ് ആണ്. DDT നിരോധിച്ചത് നമ്മുടെ അമേരിക്ക, എൻഡോസൾഫാൻ ആണെങ്കിൽ നിരോധിച്ചത് നമ്മുടെ ഫിലിപ്പീൻസ് കേട്ടോ. ഓർത്തിരിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു 3-4 ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും ഡയറക്റ്റ് ആൻസേഴ്സ് അല്ലേ. ഓർത്തിരിക്കണം, സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അവയർനെസ് നല്ലപോലെ വേണം കേട്ടോ. നല്ലപോലെ വെച്ചാൽ ഓരോ വഴികൾക്കിടയിലൂടെ വായിക്കണം, എങ്കിൽ മാത്രമേ സയൻസിൽ നിന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ കണ്ട കാര്യങ്ങളല്ല അല്ലേ. 3 മാർക്കോളം നമുക്ക് ഈ പറഞ്ഞ GK നടത്തുന്നത് വരും, 3 തൊട്ട് 5 മാർക്ക് വരെ വരും. ബാക്കിയുള്ള കാര്യം ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ബോക്സിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചു പോകണം കേട്ടോ. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ തെരെ ചോദിക്കുന്നുണ്ട്. ഇനിയുള്ള വർഷങ്ങളാണെങ്കിലും ചോദ്യം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിനെ പറ്റി കുറേ പേര് ആകുലതാകുന്നുണ്ട്. എന്നാ മാറിയാലും കണ്ടന്റ് മാറാൻ പോകുന്നില്ല കേട്ടോ. അത് ഓർത്തിരിക്കണം. കണ്ടന്റ് എല്ലാം സെയിം ആയിരിക്കും, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമേ മാറത്തുള്ളൂ കേട്ടോ. കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളോ ശാസ്ത്രജ്ഞന്മാരോ അവർ കണ്ടുപിടിച്ച തിയറീസ് ഒന്നും മാറുന്നില്ല സയൻസിനകത്ത്. അപ്ഡേറ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷേനെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊന്നും അത് ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് മാറിയാലും കണ്ടന്റുകളെല്ലാം സെയിം ആയിരിക്കും. കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും, കുറച്ച് പ്രവർത്തനങ്ങൾ അത് മാറ്റി വേറെ കുറച്ച് കയറ്റും, അത്രേ ചെയ്യാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള തിയറീസ് സെയിം ആണ്, കണ്ടുപിടിച്ച ആൾക്കാർ മാറുന്നില്ല, എല്ലാം സെയിം തന്നെയാണ്. പ്രവർത്തനങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റേ വരത്തുള്ളൂ. തിയറീസോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല, പേരോ നാളോ ഒന്നും മാറാനായിട്ട് പോകുന്നില്ല കേട്ടോ. സോ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിന്ന് നല്ല പോലെ എന്താണ് SCERT ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് എന്താണ് ഒരു അവയർനെസ് ഉള്ള ആളെ സംബന്ധിച്ചോളം വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇന്നലത്തെ ആൻസർ കേസ് ഇട്ട് തന്നിരുന്നു, അത്